മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും എത്തിയത് പുതിയ കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗിനുള്ളിൽ ഇത് പണ്ടും ഇങ്ങനെയാണ്. ഒരിക്കലും ലീഗിലൊന്നല്ല, കോൺഗ്രസിലൊന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്ര തൃപ്തികരമായിട്ടൊരു സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ അർഹിക്കുന്ന പരിഗണന മാത്രമേ ലീഗ് നേതൃത്വം കൊടുക്കുന്നുള്ളൂ. മുതിർന്ന നേതാവും മുൻ MLA അബ്ദുൾ റഹ്മാൻ രണ്ടാം ഒരു പരോക്ഷ വിമർശനമടങ്ങിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാ വിവാദമായിരിക്കുന്നു. ഒപ്പം ഒരു വനിതാ ലീഗ് നേതാവിന്റെ തുറന്ന വിമർശനവും തുടക്കത്തിലെ കല്ലുകടിയായി. രണ്ടാത്താണിയുടെ പോസ്റ്റ് വിവാദമാകുകയും ഊഹാപോഹങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തതോടെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മറ്റൊരു വിശദീകരണ കുറിപ്പുമായി രണ്ടാത്താണി തന്നെ രംഗത്തെത്തി. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അസ്വസ്ഥനായ രണ്ടാത്താണി ഇടത് സ്ഥാനാർത്ഥിയെ തന്റെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാൻ ഇറങ്ങുമെന്നാണ്. ഇതോടെ മുസ്ലിം ലീഗിനുള്ളിൽ വിവാദങ്ങളും കത്തിക്കയറും. തൊട്ടു പിന്നാലെയാണ് വനിതാ നേതാവിന്റെ പരസ്യ പ്രസ്താവന. അതുകൂടിയായതോടെ ലീഗിൽ പതിവ് പോലെ തുടക്കം പ്രതിസന്ധിയുമായി. ഇവർക്കൊക്കെ ഒരു വർഷം മുമ്പ് തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതിസന്ധികളിൽ പതരുതെന്നും പച്ചക്കൊടി മുറുകെ പിടിച്ചാൽ ഹർഷിന്റെ തണൽ വരെ നയിക്കുമെന്നുമുള്ള ശക്തമായ ഒരു ഉപദേശം നൽകിയത്. അതാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പറയാനുള്ളത്. പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും, അതിൽ പതറി നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. പതറാതെ പാർട്ടിക്കുള്ളിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ നേതാക്കന്മാർ ഏൽപ്പിച്ച പച്ച പതാകയുടെ തണൽ നമുക്ക് എന്നും ഉണ്ടാകും. ഹർഷിന്റെ തണലിലേക്ക് വരെ അത് മുസ്ലിം സമുദായത്തെ നയിക്കുമെന്നാണ് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇപ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പറയാനുള്ളത് MK മുനീറിന്റെ ഒഴിഞ്ഞു നിൽപ്പിനെ കേന്ദ്രീകരിച്ചാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ നിന്നും MK മുനീർ സ്വയം മാറി നിന്നതാണെന്ന് തങ്ങൾ വ്യക്തമാക്കുന്നു. MK മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടി ആലോചിച്ചാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്നും പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിരുന്നെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിലപാട് വ്യക്തമാക്കി. കാര്യങ്ങൾ നല്ല രീതിയിൽ പോകട്ടെ, താൻ മാറി നിൽക്കുന്നതാണ് ഇപ്പോൾ നല്ലതെന്നാണ് മുനീർ പറഞ്ഞതെന്നും അദ്ദേഹം വളരെ തൃപ്തനാണെന്നും സാദിഖ് അലി നിലപാട് വ്യക്തമാക്കി. ആരും തന്നെ ഇത്തവണ അവകാശവാദം ഉന്നയിച്ചു വന്നിട്ടില്ല. പാർട്ടി തീരുമാനിക്കുന്നതനുസരിക്കാൻ തയ്യാറാണെന്നാണ് എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ നേതാക്കളും പറഞ്ഞതുമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അവസാനത്തെ വാദം. ഇതിനിടയിലാണ് മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ പരസ്യ പ്രതികരണവുമായി വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നുർബീന റഷീദ് രംഗത്തെത്തിയത്. ഇതോടെ വിവാദങ്ങൾ വീണ്ടും കടുത്തു. ഫാത്തിമ തഹ്ലിയെയും ജയന്തി രാജനെയും സ്ഥാനാർത്ഥിയാക്കിയതിന്റെ മാനദണ്ഡം എന്താണെന്നാണ് നുർബീന ചോദിച്ചത്. വനിതാ ലീഗിന് അർഹമായ സീറ്റ് നൽകിയില്ലെന്നും ജയന്തി രാജന് സ്ഥാനാർത്ഥിയായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അവർ വീണ്ടും ചോദിച്ചു. എന്തായാലും ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച പട്ടികയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ ലിസ്റ്റിൽ വന്ന രണ്ട് വനിതകളിൽ ഒന്ന് യൂത്ത് ലീഗിന്റെ മുഖവും മറ്റൊന്ന് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയുമാണ്. രണ്ടുപേരും എങ്ങനെയാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചതെന്ന് തനിക്കറിയില്ലെന്നും പറയാവുന്നവരൊക്കെ അതിന്റെ ക്വാളിഫിക്കേഷനെ വയ്ക്കുന്നതെങ്കിൽ അതിന് വനിതാ ലീഗിന് ദുഃഖമുണ്ടെന്ന് നുർബീന തുറന്ന് പ്രതികരിച്ചിട്ടുണ്ട്. എനിക്ക് പ്രതിഷേധമുണ്ടെന്ന് നുർബീന പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നുർബീനയുടെ എല്ലാ സംശയങ്ങളും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് തീർത്തു കഴിഞ്ഞു. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന് ഇതൊരു പുത്തരിയൊന്നുമല്ല ഇത്തരം വിവാദങ്ങൾ. തുടക്കത്തിലൊരു വിവാദം ഉണ്ടാകും, പക്ഷെ പിന്നീട് പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് സ്ഥാനാർത്ഥികളെല്ലാം ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കടുത്ത നീക്കത്തിലേക്ക്. കാരണം UDF രണ്ടാമത്തെ ഘടക കക്ഷിയാണ്. നിയമസഭയിലും അങ്ങനെ തന്നെയായിരുന്നു കീഴ്വഴക്കം. നിയമസഭയിലും പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ UDF പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള രണ്ടാമത്തെ കക്ഷിയാണ്. ആ ഒരു നിലപാടിൽ നിന്നും ആ ഒരു നിലയിൽ നിന്നും താഴോട്ട് പോകാൻ ഒരിക്കലും ലീഗ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഉയർന്ന ഇത്തരം വിവാദങ്ങളെയൊക്കെ രമ്യമായ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ലീഗ് നേതൃത്വത്തിന്റെയും ഉത്തമ വിശ്വാസം.